ബഹുമാനപ്പെട്ട ശ്രീ ടി.ജെ. വിനോദ്, ബഹുമാനപ്പെട്ട LSTD വകുപ്പ് മന്ത്രി. സർ, എറണാകുളം നിയോജക മണ്ഡലത്തിലെ ഗാന്ധിനഗറിൽ P&T കോളനിയിൽ താമസിക്കുന്ന 87 കുടുംബങ്ങൾ കാലവർഷത്തെയും വേലിയേറ്റത്തെയും തുടർന്ന് വീടുകളിൽ വെള്ളം കയറുന്നത് കൊണ്ടും ബയോ ടോയ്ലറ്റ് പോലും നിർമ്മിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുമാണ് GCയുടെ നേതൃത്വത്തിൽ ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുകയുണ്ടായി. സർ, PMAY, CSR, CSML, കൊച്ചി നഗരസഭ എന്നിവരെ സംയോജിപ്പിച്ചുകൊണ്ട് ഏകദേശം 18 കോടി രൂപ മുടക്കി GCയുടെ നേതൃത്വത്തിൽ GCയുടെ രാമേശ്വരം വില്ലേജിലുള്ള 70 സെൻറ്റ് സ്ഥലത്ത് 31/7/2018 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തറക്കല്ലിടുകയും 2/9/2023 ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ അങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും പിന്നീട് 6 മാസം കഴിഞ്ഞ് 2024 കോളനി നിവാസികളുടെ രാമേശ്വരം ഈ ഫ്ലാറ്റിലേക്ക് മാറ്റുകയുണ്ടായി. സർ, താമസം തുടങ്ങി 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർ ദുരിതം തുടങ്ങി. സർ, കാരണം 10 ദിവസം കൊണ്ട് സെപ്റ്റിക് ടാങ്കുകൾ നിറയുകയാണ്. കുടിവെള്ളവും ശുചിമുറി മാലിന്യവും ഇടകലർന്നത് മൂലം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സർ, വീടുകളിലാണെങ്കിൽ വലിയ മഴയത്ത് ഭിത്തികളിലൂടെ വെള്ളം ഒലിച്ചിറങ്ങി താമസിക്കാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യമാണ്. കോളനി നിവാസികൾ പറയുന്നത് ഇതിനേക്കാൾ സൗകര്യം P&T കോളനിയിലെ ആ കുടിലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. സർ, GCDക്ക് നല്ല എഞ്ചിനീയറിംഗ് സംവിധാനമുണ്ട്. തൃശ്ശൂർ ജില്ലാ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇതിൻ്റെ കരാറെടുത്തിരുന്നത്. ഗുരുതരമായ വീഴ്ചയാണ് ഇതിൻ്റെ നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് അന്വേഷണം നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ്. സർ, എറണാകുളം നിയോജക മണ്ഡലത്തിൽ ഉള്ള P&T കോളനി നിവാസികളെ പുനരധിവസിപ്പിച്ച രാമേശ്വരം വില്ലേജിലെ GCDA കെട്ടിടത്തിലെ അപാകതകൾ പ്രസ്തുത പദ്ധതിയുടെ സാങ്കേതിക അനുമതി നൽകിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ GCDA ഉദ്യോഗസ്ഥരുമായി സംയുക്ത പരിശോധന നടത്തുകയും അവരുടെ നിർദ്ദേശപ്രകാരമുള്ള നിയമാനുസൃത നടപടികൾ അടിയന്തര പ്രാധാന്യത്തോടെ സ്വീകരിച്ചു വരികയും ചെയ്യുന്നു. കൂടാതെ യൂണിറ്റുകളിലുള്ള അറ്റകുറ്റപ്പണികൾ കരാറുകാരായ TDLCC ചെയ്തു വരുന്നുണ്ട്. നിലവിൽ 70% അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്.